ഓഗസ്റ്റ് 7 വിശുദ്ധ സിസ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ, രക്തസാക്ഷി. ഗ്രീസ് എന്ന രാജ്യത്താണ് വിശുദ്ധ സിസ്റ്റസിൻ്റെ ജനനം. റോമായിൽ സ്റ്റീഫൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായാണ് വലേറിയൻ ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് അദ്ദേഹം പാപ്പാ സ്ഥാനത്തേക്ക് അവരോധിതനായത്. ചക്രവർത്തിയുടെ നിയമപ്രകാരം പൊതുവായ ക്രിസ്ത്യൻ പ്രാർത്ഥനകളോ കല്ലറകളിലെ പ്രാർത്ഥനയോ അനുവദനീയമല്ല. എങ്കിലും സിസ്റ്റസ് മാർപ്പാപ്പ കലിസ്റ്റസ് പാപ്പായുടെ കല്ലറയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത് സൈനികരോ ഒറ്റുകാരോ എത്തി നോക്കാത്ത ഒരിടമായതുകൊണ്ടാണ് സാധിച്ചിരുന്നത്. ഓഗസ്റ്റ് 258 പാപ്പായും വിശുദ്ധ ലോറൻസും ഉൾപ്പെടെ 4 ഡീക്കന്മാരും പാപ്പായുടെ സിംഹാസനത്തിലായിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി സൈനികരെത്തി പാപ്പായെയും ഡീക്കന്മാരെയും അറസ്റ്റ് ചെയ്തു. പേരിനൊരു ജഡ്ജ്മെൻറ്റ് പൂർത്തിയാക്കി ഓഗസ്റ്റ് 6, 258 പാപ്പായെ തിരികെ അറസ്റ്റ് ചെയ്തെടുത്തേക്ക് നയിച്ചു. അവിടെ കസേരയിലിരുത്തി ശിരച്ഛേദം ചെയ്തു. 3-ാം നാൾ അതേ കസേരയിൽ വെച്ച് വിശുദ്ധ ലോറൻസും പാപ്പായോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിനാൽ മരണം ഏറ്റുവാങ്ങേണ്ടി വന്നു. വചനം എഫേസൂസ് 2-10 നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വിചിന്തനം: നാം ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടിയായിരിക്കണം. ഏത് പീഡനങ്ങളുടെ മധ്യേയും ഏത് സങ്കടങ്ങളുടെ മധ്യേയും ദൈവത്തെ ആരാധിക്കാൻ സാധിക്കണം. ആത്മാവിൽ ഒന്നായിത്തീരുമ്പോൾ അനേകരിലേക്ക് വിശ്വാസത്തിൻ്റെ പകർച്ച സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതായിരിക്കാം ദൈവം നമ്മിൽ നിന്ന് അഭിലഷിക്കുന്നത്.